എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും യതീഷയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്ന ഈ ഒരു ആധ്യാത്മിക സീരീസിലേക്ക് സ്വാഗതം. ഓം വന്ദേ ഗുരുപാദഗന്ധം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം തതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ഇന്ന് നമ്മുടെ 8ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ നാരദ മുനിയുടെ ആഗമനവും അതേ തുടർന്നുള്ള ശ്രീരാമ സീതാ സല്ലാപത്തിൻ്റെ മധ്യേ നാരദൻ വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, നാരദം അല്ലെങ്കിൽ നാരദൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ അന്തർഗതമായിട്ടാണ് നമ്മൾ ആ തത്വത്തെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാരദൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദശരഥൻ. അപ്പം യഥാർത്ഥത്തിൽ ഭാരതീയ ദർശനങ്ങളിലൊക്കെ ശരീരവുമായിട്ട് ഈ പ്രപഞ്ച സത്യങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് ഋഷീശ്വരന്മാർ പിന്തുടർന്നിട്ടുള്ളത്. അതായത് യത് പിണ്ടാണ്ടേ തത് ബ്രഹ്മാണ്ടേ. എപ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ള പ്രതിഭാസങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലും കാണുവാൻ വേണ്ടി സാധിക്കും എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും നാരദമുനി അല്ലേ, നാരദമുനി അവിടെ ശ്രീരാമനുമായിട്ടുള്ള സംഭാഷണ മധ്യേ പറഞ്ഞു, അല്ലെങ്കിൽ മഹർഷിയെ ആദരവോടെ വണങ്ങി. ശ്രീരാമനും സീതയും ആദരവോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു, വണങ്ങി എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു, ശ്രീരാമനും സീതയും ഈ പറയുന്ന പോലെ ആത്മചൈതന്യവും അതിൽ നമ്മുടെ ശക്തി ചൈതന്യവുമാണ് അവർ രണ്ടുപേരും. ശരീരത്തിൽ ഇവർ രണ്ടും മേളിച്ചിരിക്കുന്ന സമയത്ത് ആത്മഗതം എന്ന രൂപത്തിലാണ് നാരദൻ്റെ രംഗം പ്രവേശം. ആ ആത്മഗതത്തെ വേണ്ടും വിധം സ്വീകരിക്കുക, അതിൻ്റെ അത്യാദരവോടുകൂടി. കാരണം പ്രപഞ്ചത്തിൻ്റെ താളത്തിനനുസരിച്ച്, അല്ലെങ്കിൽ പ്രപഞ്ചമാകുന്ന ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ സൃഷ്ടി നിർവഹിച്ച ആ ഈശ്വര തത്വം എൻ്റെ ഉള്ളിൽ ആത്മചൈതന്യമായി കുടികൊള്ളുന്നെന്നും ആ ആത്മചൈതന്യത്തിൻ്റെ ഗദ്ഗതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ നാരദൻ എന്ന് പറയുന്നതും എന്ന് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇവിടെ കഥാസന്ദർഭത്തിൽ ശ്രീരാമൻ ചോദിക്കുകയാണ് മഹർഷിയോട്, അല്ലേ, എന്താണ് അങ്ങയുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് എന്നോട് ദയവായി പറഞ്ഞാലും. മഹർഷി അതിന് മറുപടിയും പറയുന്നു, ശ്രീരാമ, എനിക്ക് താങ്കളെക്കുറിച്ച് എല്ലാം അറിയാം. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ ആത്മാവിനാണ് നമ്മുടെ അവതാര ഉദ്ദേശം അറിയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ആ ശരീരിയാണ്, ശരീരമില്ലാത്ത ആ ധ്വനിയാണ് നാരദനെങ്കിൽ തീർച്ചയായും എന്തിനാണ് ഞാൻ പിറവിയെടുത്തത് എന്ന് നാരദന് തീർച്ചയായും മനസ്സിലാവും. അപ്പോൾ ശ്രീരാമ, എനിക്ക് താങ്കളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. താങ്കൾ സർവ്വവ്യാപിയാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് താങ്കൾ എന്നോട് ചോദിക്കുമ്പോൾ, താങ്കൾ ഒരു രാജാവായി അഭിനയിക്കുന്നതിൽ വളരെ മിടുക്കനാണ്. താങ്കൾ കളിക്കുന്ന ഈ നാടകത്തിൽ താങ്കളുടെ സഹധർമ്മിണി ഒരു മികച്ച കൂട്ടാളിയാണ്. അപ്പം നോക്കൂ, നാരദ മഹർഷി പറയുന്നത് ആത്മചൈതന്യമാകുന്ന താങ്കൾ, അല്ലെങ്കിൽ ആ ചൈതന്യമാകുന്ന ശ്രീരാമൻ, ആത്മശക്തിയാകുന്ന ശ്രീരാമൻ ഇവിടെ കഥാസന്ദർഭത്തിൽ ഒരു രാജാവായി അഭിനയിക്കുന്നു, അതിൽ വളരെ മിടുക്കനാണ്. നമ്മൾ പലരും ഈ പറയുന്ന പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പല പല ഇതുപോലെയുള്ള റോളുകൾ സ്വീകരിക്കാറുണ്ട്, അല്ലേ? അച്ഛനായും അമ്മയായും സഹോദരനായും ഭരണാധികാരികളായും നേതാവായും ഡോക്ടറായും എഞ്ചിനീയറായും ഒക്കെ നമ്മൾ ഈ പറയുന്ന പോലെ അഭിനയിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു പ്രത്യേക വേഷം സ്വീകരിക്കുന്നതാണ്. അങ്ങനെ അഭിനയിക്കുന്ന ആ നാടകത്തിൽ താങ്കളുടെ ഭാര്യയാകുന്ന ജാനകി വളരെ മികച്ച കൂട്ടാളിയാണെന്ന് പറയുന്നു. അപ്പോൾ
ഇവിടെ ആത്മചൈതന്യത്തിൻ്റെ പങ്കാളിയാണ് ശരീര ചൈതന്യം, അല്ലെങ്കിൽ ആ പരാശക്തി ചൈതന്യം, അല്ലെങ്കിൽ കുണ്ടലിനി ചൈതന്യമാകുന്ന സീത. അപ്പോൾ അങ്ങനെ ഇവർ രണ്ടുപേരും കളിക്കുന്ന ഈ നാടകം, അല്ലെങ്കിൽ താങ്കൾ രചിച്ച ഈ നാടകത്തിൽ, അല്ലെങ്കിൽ താങ്കളുടെ അവതാരോദ്ദേശമായ ഈ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റിൽ നിങ്ങൾ രണ്ടാളും വളരെ എല്ലാം തികഞ്ഞ പങ്കാളികളാണ്. താങ്കൾ ഇവിടെ ഒരു ഗൃഹസ്ഥനാണെന്ന് എന്നോട് പറയുന്നു. ശരിയാണ്, പ്രപഞ്ചം താങ്കളുടെ വീടായി സങ്കല്പിച്ചാൽ താങ്കൾ ഒരു ഗൃഹസ്ഥാശ്രമി തന്നെയാണ്. അപ്പോൾ നോക്കൂ, ഈശ്വര സങ്കല്പത്തെ നാരദൻ എങ്ങനെ പറയുന്നു നോക്കൂ. ശ്രീരാമൻ, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ വാൽമീകി രാമായണത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഗൃഹസ്ഥനായിട്ടാണ്. അപ്പോൾ ഗൃഹസ്ഥൻ എന്നുള്ളത് നാരദൻ പറയുന്നത് നോക്കൂ, ഈ പ്രപഞ്ചം നമ്മുടെ വീടാണെങ്കിൽ അതിൽ വസിക്കുന്ന നമ്മൾ ഗൃഹസ്ഥാശ്രമിയാണ്. ആ വീട്ടിലെ പുരുഷനും സ്ത്രീയും മറ്റാരാണ് അല്ലേ? ആ തിളങ്ങുന്ന സൂര്യനെ പോലെയാണ് സീതാദേവി. അവരെ രണ്ടുപേരെയും തത്വങ്ങൾ കൊണ്ട് പറയുകയാണ് നാരദൻ. ശ്രീരാമൻ തിളങ്ങുന്ന സൂര്യനെ പോലെയാണ്, സീതാദേവിയോ സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്സിനെ പോലെയാണ്. കാരണം ഇവർ രണ്ടും അവിഭാജ്യ ഘടകങ്ങളാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇപ്പം നിങ്ങളും എൻ്റെയും ശരീരത്തിൽ ഞാൻ എന്ന് പറയുന്ന അസ്തിത്വം പൂർണ്ണമാകുന്നത് പഞ്ചഭൂതാത്മകമായ ശരീരത്തിൽ ആത്മചൈതന്യം വസിക്കുകയും ആ ആത്മചൈതന്യത്തിൻ്റെ ധാരണകളെ അല്ലെങ്കിൽ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി ശരീര ചൈതന്യങ്ങൾ അതുമായി മേളിക്കുമ്പോഴാണ്. സിമ്പിളായി 21-ാം നൂറ്റാണ്ടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ, കോൺഷ്യസ്നെസ്സിൻ്റെ കൂടെ എനർജി ചേരുന്ന സമയത്താണ് സൃഷ്ടികൾ പൂർണ്ണമാവുക. അപ്പോൾ ഇവർ രണ്ടുമാണെങ്കിലോ കോൺഷ്യസ്നെസ്സിൻ്റെ കൂടെ എനർജി ഇല്ലെങ്കിൽ മാറ്റർ എന്നുള്ള സൃഷ്ടി ഉണ്ടാവില്ല എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പോൾ ഇവർ രണ്ടും അവിഭാജ്യ ഘടകങ്ങളാണ്. സൂര്യനെ മാത്രം നമ്മൾ കണ്ടിട്ട് കാര്യമില്ല, ആ സൂര്യനിൽ നിന്നുള്ള തേജസ്സും കൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. ആ തേജസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം പോലും നിലനിൽക്കുന്നത്. അപ്പോൾ സീതാദേവി സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്സിനെ പോലെയാണ്. അപ്പോൾ ഇതിൽ ഈ പ്രപഞ്ചമാകുന്ന, അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ഡ സൃഷ്ടിയിൽ പുരുഷ സങ്കല്പം എന്നുള്ളത് താങ്കളാകുന്നു, ശ്രീരാമനാകുന്നു. സ്ത്രീത്വം എന്നത് സീതാദേവിയാണ്. ഇവിടെയാണ് നമ്മൾ രാമായണത്തെ മനസ്സിലാക്കേണ്ടത്. ദ മാസ്കുലിൻ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ടേം ടു ബി ശ്രീരാമൻ ആൻഡ് ദ ഫെമിനൈൻ എനർജി ഇൻ ദിസ് യൂണിവേഴ്സ് ഈസ് ടേം ടു ബി സീതാദേവി അക്കോർഡിംഗ് ടു വാൽമീകി, മഹർഷി വാൽമീകി. ഇതാണ് യഥാർത്ഥത്തിൽ വാൽമീകി രാമായണം വായിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന തത്വങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ എവിടെ നോക്കിയാലും താങ്കളെ കൂടാതെ മറ്റാരെയും എനിക്ക് കാണുവാൻ സാധിക്കില്ല. കാരണം ശരീരം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ആത്മബോധത്തിന് ശരീരമാകുന്ന പ്രപഞ്ചത്തെ നോക്കി കാണുവാൻ ശ്രമിച്ചാൽ ഓരോ കണികകളിലും ബോധചൈതന്യമായി കുടികൊള്ളുന്നത് ശ്രീരാമൻ തന്നെയാണ്. അസത്യത്തിൽ നിന്ന് സത്യത്തെയും, മായയിൽ നിന്ന് യാഥാർത്ഥ്യ ബോധത്തെയും, അസത്തിൽ നിന്ന് സത്തിനെയും കാണാൻ എനിക്ക് വിവേചനം നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ മായാശക്തി ഒരിക്കലും എൻ്റെ വിവേചന ശക്തിയെ മറയ്ക്കാതിരിക്കട്ടെ. നിന്റെ പത്മപാദങ്ങളോടുള്ള ഭക്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. ദയവായി എന്നെ നിന്റെ ദാസനായി പരിഗണിക്കുക. ഇങ്ങനെയാണ് മഹർഷി നാരദൻ ശ്രീരാമനോട് പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പോലെ നമ്മുടെ ആത്മനാഥമായ ഈ നാരദ മഹർഷി അശരീരിയായ ചൈതന്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സ്വയം ഉണരുന്ന ഇത് ഇന്നർ വോയിസ്. എന്താ ഇന്നർ വോയിസ് പറയുന്നത് നോക്കൂ. ഞാൻ എവിടെ നോക്കിയാലും എനിക്ക് കോൺഷ്യസിനെ അല്ലാതെ മറ്റാരെയും കാണാൻ സാധിക്കുന്നില്ല. കാരണം ആത്മചൈതന്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നർ വോയിസ് ജനറേറ്റ് ചെയ്യുന്നത്. ആന്തരികമായ ആ ദിവ്യ ശബ്ദം അത് അസത്യത്തിൽ നിന്നും സത്യത്തെയും, മായയിൽ നിന്ന് യാഥാർത്ഥ്യത്തെയും, അസത്തിൽ നിന്ന് സത്തിനെയും കാണാൻ വിവേചന അധികാരം, ദ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി, വിവേചന സ്വഭാവമുള്ള ബുദ്ധി നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ എപ്പോഴും ആത്മകഥം നമ്മളോട് പറയുമ്പോൾ എപ്പോഴും ഈ പറയുന്ന ദിവ്യമായ ആ വിവേചന ശക്തി പ്രയോഗിച്ചിട്ടാണ് നമ്മളോട് പറയുക, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്നെൻ്റെ മനസാക്ഷിയുടെ വോയിസിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസാക്ഷി പറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ വിവേചന ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മൾക്ക് നല്ലത് ഏത് ചീത്ത ഏതെന്ന് പറഞ്ഞു തരുന്നത്. അകത്തുള്ള അന്തരംഗത്തിൻ്റെ ശബ്ദമായ ആ മനസാക്ഷി ശബ്ദം പറയുന്നത് ഈ പറയുന്ന വിവേചന ശക്തി ഉപയോഗിച്ചിട്ടാണ്. അസത്തിൽ നിന്ന് സത്തിനെയും, അസത്യത്തിൽ നിന്ന് സത്യത്തിനെയും, അതുപോലെ തന്നെ മായയിൽ നിന്ന് മിഥ്യയിൽ നിന്ന് യാഥാർത്ഥ്യത്തെയും
വേർതിരിച്ചറിയാനുള്ള കഴിവ് നാരദന് കിട്ടണമെങ്കിൽ ആത്മാ അവബോധത്തിൻ്റെ അനുഗ്രഹം വേണം. നിന്റെ മായാശക്തി ഒരിക്കലും എൻ്റെ വിവേചന ശക്തിയെ മറയ്ക്കാതിരിക്കട്ടെ. കാരണം നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയുന്നത് എപ്പോഴും ശരിയായിരിക്കണം. ആ ശരിയായിരിക്കണമെങ്കിൽ നമ്മുടെ ആ അശരീരി അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിക്ക് ആ തുരീയ അവസ്ഥക്ക്, ആ തുരീയ ബോധത്തിനെ മായ വലയം ചെയ്യാതിരിക്കണം. മായ തൻ്റെ 5 കഞ്ചുകങ്ങൾ കൊണ്ട് നമ്മളെ വലയം ചെയ്യും, ആത്മാവിനെ വലയം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾക്ക് ആത്മപ്രകൃതം, ആത്മസാക്ഷാത്കാരം നമ്മൾക്ക് സാധാരണയിന് കിട്ടാത്തതോ ലഭിക്കാത്തതോ അനുഭവിക്കാൻ സാധിക്കാത്തതോ ആയത് ഈ പറയുന്ന മായയുടെ പ്രഭാവം കൊണ്ടാണ്. അതുകൊണ്ട് നിന്റെ മായാശക്തി, കാരണം വിഷ്ണുവാണ്, വിഷ്ണു അവതാരമാണ്. അതുകൊണ്ട് മായ എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ദേവി മഹാത്മ്യത്തിൽ 1-ാം ചരിത്രം നോക്കിയാൽ നമ്മൾക്ക് കാണാം. 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, വിഷ്ണുവിനെ അവിടെ ബ്രഹ്മാവ് രാത്രി ദേവിയെ സ്തുതിക്കുന്നത്, വിഷ്ണുവിൻ്റെ യോഗനിദ്രയിൽ നിന്ന് ദേവി തൽക്കാലം വിടവാങ്ങൂ, മായ ശക്തിയായ മഹാമായയെ താങ്കൾ തൽക്കാലം വിടവാങ്ങുന്നു പ്രാർത്ഥിക്കുന്നത് അവിടെ കാണാം. അതുപോലെ തന്നെയാണ് ഇവിടെ നാരദൻ പറയുന്നതെന്നും, നിന്റെ മായാശക്തി ഒരിക്കലും എൻ്റെ വിവേചന ശക്തിയെ മറയ്ക്കാതിരിക്കട്ടെ. നിന്റെ പത്മപാദങ്ങളോടുള്ള ഭക്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. കാരണം മനസാക്ഷി എന്നുള്ള ആ തുരീയ ഭാവം എപ്പോഴും ആത്മാവുമായി എന്നും ചേർന്നിരിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. എന്നെ നിന്റെ ദാസനായി പരിഗണിക്കുക. ഇനി എൻ്റെ സന്ദർശനം എന്തിനാണെന്നാണല്ലോ അങ്ങ് ചോദിച്ചത്, അതിൻ്റെ ഉദ്ദേശം ഞാൻ താങ്കളോട് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി പറയുകയാണ്, ശ്രീരാമ, മനുഷ്യരൂപത്തിൽ അങ്ങ് ഈ ജന്മം സ്വീകരിച്ചതിനാൽ ഈ ജന്മം സ്വീകരിച്ചതിൻ്റെയും അങ്ങയുടെ ജീവിത ദൗത്യത്തിൻ്റെയും ലക്ഷ്യം എന്താണെന്ന് അങ്ങ് മറന്നു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാവും ശിവനും അങ്ങയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ബ്രഹ്മാവും ശിവനും അങ്ങയിൽ നിന്ന് എന്താണ് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അങ്ങ് അവതരിച്ചതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭഗവാൻ വിഷ്ണുവിനെ പോലെ ഈ പ്രപഞ്ചം നേരിടുന്ന ഗുരുതരമായ ഒരു പ്രശ്നം പരിഹരിക്കാൻ അങ്ങ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അത് അങ്ങേക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുള്ളൂ. ശക്തനും വളരെ പ്രബലനുമായ അസുര രാജാവായ രാവണൻ 3 ലോകങ്ങൾക്കും ഭീഷണിയാണ്. അങ്ങ് അദ്ദേഹത്തെ നശിപ്പിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കണം. ആ നേട്ടം കൈവരിക്കുവാൻ അങ്ങ് വേദിയൊരുക്കണം. അതിൻ്റെ ചുറ്റുപാടുകൾ ഒരുക്കാനുള്ള നാടകമാണ്, അല്ലെങ്കിൽ ആ നാടകം ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങയുടെ പിതാവായ ദശരഥ മഹാരാജാവ് അങ്ങയെ ഈ രാജ്യത്തിൻ്റെ രാജാവായി ഉടൻ തന്നെ വാഴിക്കും എന്നാണ് സന്ദർഭങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉടൻ തന്നെ ഈ കിരീടധാരണം ചെയ്യാൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ടാകും. അതുകൊണ്ട് തന്നെ പക്ഷേ അങ്ങനെ സംഭവിച്ചാൽ അങ്ങയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ അങ്ങേക്ക് പ്രയാസമായിരിക്കും. സത്യം ഉയർത്തിപ്പിടിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് അങ്ങ്. ആ ദൗത്യം എപ്പോഴും അങ്ങയുടെ മനസ്സിൽ പുതുമയുള്ളതായിരിക്കുകയെന്ന് വേണം. അതിന് മറ്റു ചിന്തകൾ മായ്ക്കുവാൻ അല്ലെങ്കിൽ മായ്ക്കുവാനുള്ള അവസരം നൽകുവാൻ സാധിക്കില്ല. മനുഷ്യ മനസ്സുകൾ എപ്പോഴും ചാഞ്ചാടുന്നതാണ്. ചിലപ്പോൾ ആരെങ്കിലും അവരുടെ കടമ, അല്ലെങ്കിൽ ശക്തി, അല്ലെങ്കിൽ ഉദ്ദേശം എന്നിവയെക്കുറിച്ച് മറന്നുപോയാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കേണ്ടി വരും. അതിനാണ് എൻ്റെ ആഗമനം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ ജീവിതം ജീവിക്കുന്ന സമയത്ത് സാക്ഷാൽ ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അത് നമ്മുടെ അന്തരംഗമാണ്, അല്ലെങ്കിൽ അന്തരംഗധ്വനിയാണ്. ആ അന്തരംഗധ്വനിക്ക് എപ്പോഴും ആ ചൈതന്യത്തിന് അല്ലെങ്കിൽ ആത്മാവബോധത്തിന് എപ്പോഴും തൻ്റെ പ്രകൃതം മറഞ്ഞു പോകാൻ, അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കാരണം എന്തുകൊണ്ട് മറന്നു പോകുമെന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി മായയാണ്. അപ്പോൾ മായയുടെ ശക്തിയിൽ വലയത്തിൽ പെട്ടുപോയാൽ ചിലപ്പോൾ ഞാൻ എന്തിനാണ് വന്നത് എന്നുള്ള അവതാര ഉദ്ദേശം മറന്നു പോവാം. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന മനസാക്ഷി നമ്മളോട് പറയുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാൻ നമ്മൾ സഞ്ചരിക്കുന്ന വഴി മാറുമ്പോഴാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ മനസാക്ഷിയുടെ ശബ്ദം ഉയരുന്നത് നമ്മൾ വന്ന വഴിയിൽ നിന്ന് വ്യതിചലനം ഉണ്ടാകുമ്പോഴാണ്. ഇവിടെയും രാമായണത്തിലും നമ്മൾ കാണുന്നത് സാക്ഷാൽ ശ്രീരാമ ചൈതന്യമാകുന്ന ആത്മാവബോധത്തിന് പോലും അന്തരംഗധ്വനി വഴികാട്ടും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ശ്രീരാമനെ, കാരണം ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ
ആ റോയൽ ലൈഫ്, ദ ലക്ഷൂറിയസ് ലൈഫിലേക്ക് ചിലപ്പോൾ വഴുതി വീണു പോവാം. അങ്ങനെ വഴുതി വീണു പോയാൽ അങ്ങ് എന്തിനാണ് വന്നത് എന്നുള്ള ആ ധാരണ അങ്ങയിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാം. അതുകൊണ്ട് അതിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നതിനാൽ ഞാൻ ആഗതനായതാണ്. ശ്രീരാമൻ അപ്പോൾ മറുപടി പറയുന്നുണ്ട്, അല്ലയോ മഹർഷി, ഇവിടെ എൻ്റെ പങ്ക് ഞാൻ എന്നും ഓർക്കും. പക്ഷേ എല്ലാം അതിൻ്റെ സമയം എത്തുമ്പോൾ മാത്രമേ നടക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നടത്താൻ സാധിക്കുള്ളൂ. സമയം തന്നെയാണ് ഈശ്വരൻ, കാലം തന്നെയാണ് ഈശ്വരൻ. കാലമാകുന്ന ഭൈരവൻ, കാലമാകുന്ന ഭൈരവി, കാലസംഘർഷിണി കാളി. അങ്ങനെ കർമ്മ തത്വം എല്ലാവർക്കും ബാധകമാണ്. കർമ്മത്തിൻ്റെ തത്വം ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും ബാധകമാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ്. അടുത്ത ഘട്ടത്തിൽ കടക്കുന്നതിന് മുൻപ് മുൻകാല ജന്മങ്ങളിൽ അടിഞ്ഞുകൂടിയ എല്ലാ പ്രവണതകളെയും ഒരാൾ ഇല്ലാതാക്കണം. കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ എൻ്റെ ബോധത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രജ്ഞയിൽ അടിഞ്ഞുകൂടിയ എല്ലാ പ്രവണതകളും എല്ലാ വാസനകളും ഒരാൾ ഇല്ലാതാക്കണം. മുൻപോട്ട് പോകാനൊരു ഉചിതമായ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാന് പോലും ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് കൊണ്ട് തന്നെ കർമ്മബന്ധത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലാണോ അവിടെ ദ ലോ ഓഫ് കർമ്മ ഈസ് ഇൻ ആക്ഷൻ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ കർമ്മ ബന്ധങ്ങൾ അല്ലെങ്കിൽ സഞ്ചയങ്ങൾ അല്ലെങ്കിൽ ബന്ധനങ്ങൾ അത് ഞാൻ ഈ ജന്മത്തിൽ കാലമാകുന്ന ആ സമയചക്രത്തിൽ സമയരാശിയിലൂടെ കടന്ന് ഈ എല്ലാ സഞ്ചയങ്ങളും ഞാൻ പൂർത്തീകരിക്കുന്ന സമയത്താണ് ഈ ജന്മത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാനുള്ള സമയം എനിക്ക് ആഗതമാവുക. ഇതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്ന് മഹർഷിയോട് പറയുകയാണ്. അപ്പോൾ മുൻപോട്ട് പോകുവാൻ ഒരു ഉചിതമായ നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും അങ്ങേക്ക് ഉറപ്പ് ഞാൻ നൽകാം. വളരെ വൈകുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ഏറെ വൈകാതെ തന്നെ ഒരുപക്ഷെ നാളെ തന്നെ ചിലപ്പോൾ എനിക്ക് കാട്ടിലേക്ക് പോകേണ്ടി വരും. 14 വർഷം ഞാൻ കാട്ടിൽ വസിക്കേണ്ടി വരും. ആ സമയത്ത് ഞാൻ അസുരന്മാരെ നശിപ്പിക്കുകയും അവരുടെ കുലങ്ങളെ പിഴുതെറിയുകയും ചെയ്യും. രാവണനെ വധിക്കുക എന്നതാണ് എൻ്റെ പ്രധാന ജന്മലക്ഷ്യം. സീതാദേവി ഈ രക്ഷപ്പെടലുകൾക്ക് എല്ലാം പിന്നിലെ കാരണമായി തീരും. ഓ പിതൃപൂർവജ, ദയവായി അങ്ങ് ദൃഢമായി വിശ്വസിക്കൂ. ഞാൻ എൻ്റെ പ്രതിബദ്ധതയിൽ നിന്ന് വ്യതിചലിക്കില്ല. വീണ്ടും വീണ്ടും അദ്ദേഹത്തെ പ്രണാമം ചെയ്തതിന് ശേഷം മുനി ആ ദമ്പതികളിൽ നിന്ന് വിട വാങ്ങുകയാണ് കഥാസന്ദർഭത്തിൽ രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആത്മചൈതന്യമാകുന്ന ശ്രീരാമന് എന്നെയും നിങ്ങളെയും പോലെയല്ല കൃത്യമായ ബോധമുണ്ട്, കൃത്യമായ ആത്മബോധമുണ്ട്. സാധാരണ മനുഷ്യരായ എനിക്കും നിങ്ങൾക്കുമാണ് ദൈനംദിന ജീവിതത്തിൻ്റെ ഇന്ദ്രിയ ബോധത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഒരു അശ്വത്തെ പോലെ, അല്ലെ, അശ്വം എങ്ങനെയാണ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ സഞ്ചരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചമാകുന്ന ഈ വേദിയിൽ ഞാനാകുന്ന അശ്വം കടിഞ്ഞാണില്ലാതെ ഇങ്ങനെ ഓടുന്നതിനാൽ എൻ്റെ ജന്മലക്ഷ്യം ഞാനും നിങ്ങളും മറന്നു പോവാറുണ്ട്. സാക്ഷാൽ ശ്രീരാമ ചൈതന്യത്തിന് ആ മറവി സംഭവിക്കില്ല. പക്ഷേ ശ്രീരാമൻ്റെ ആ അന്തരംഗധ്വനി, ആ അന്തരംഗധ്വനിയോ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് നോക്കൂ, പിതൃപൂർവജ. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ നമ്മൾ ശാസ്ത്രത്തിൻ്റെ ഭാഷയിലോ ശാസ്ത്രത്തിൻ്റെ ലെൻസോ വെച്ച് നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നമ്മൾ എന്നാകുന്ന അസ്തിത്വം, നമ്മുടെ പ്രവണതകൾ. ഇപ്പം ഞാൻ എൻ്റെ DNA എടുത്ത് വിശദമായി പരിശോധിച്ചാൽ എൻ്റെ പൂർവജന്മാരുടെയും എൻ്റെ കുലത്തിൻ്റെയും എൻ്റെ പാരമ്പര്യത്തിൻ്റെയും എൻ്റെ വംശത്തിൻ്റെയും ഒക്കെ ഡീറ്റെയിൽ ആ ഡബിൾ ഹെലിക്സിൽ ഇൻക്ലൂഡഡ് ആണ്, അല്ലെങ്കിൽ ഇംപ്രിൻറ്റഡ് ആണ്, പ്രവണതകളായി വാസനകളായി എൻ്റെ ഉള്ളിൽ ഉണ്ട്. അപ്പോൾ ഈ വാസനകൾ, ഈ പ്രവണതകളാണ് ഞാനാകുന്ന ആത്മാവുമായി എപ്പോഴും ആത്മധ്വനിയായി സംവദിച്ചു കൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഒരു ജീവാത്മാവ് ഒരു അടുത്ത ജന്മം സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ഇച്ഛ ആ മഹാവിഷ്ണു പാദത്തെങ്കിൽ അറിയിക്കുന്ന സമയത്ത് കഴിഞ്ഞ ജന്മസഞ്ചയങ്ങൾ അനുസരിച്ചിട്ടാണ് ഈ ജന്മത്തിലെ യോനി തീരുമാനിക്കപ്പെടാം. ഏത് വംശത്തിൽ ഏത് കുലത്തിൽ ജനിക്കണം എന്നുള്ളത് തീരുമാനമെടുക്കുന്നത് അങ്ങനെയാണ് നമ്മൾ പലരും ഓരോ കുലത്തിൽ വന്ന്
ചേരുന്നതും ആ കുലത്തിൻ്റെ പ്രവണതകൾ, വാസനകൾ അത് DNA സ്വരൂപത്തിൽ എൻ്റെ ഉള്ളിൽ ഇംപ്രഷൻസായി കിടക്കും. ആ ഇംപ്രഷൻസാണ് എന്നെ നയിക്കുക ശരിക്കും. അവിടെയൊക്കെ ഈ ആത്മാവബോധം ചില സമയത്ത് എന്നെ രക്ഷിക്കാൻ സാധ്യത. കാരണം ആ മായാവലയത്തിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ പ്രവണതകളിൽ നിന്ന് എൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മനസാക്ഷിയുടെ ശബ്ദമായി പലപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് എന്നോട് സംവദിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ഭൂരിഭാഗം ആളുകളും ആ മനസാക്ഷി ശബ്ദത്തെ മാറ്റി നിർത്തി നമ്മുടെ ഇന്ദ്രിയ അവബോധം കൊണ്ട് ഈ ജീവിതം ജീവിച്ച് തീർക്കാനാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾക്ക് ഈ എല്ലാവിധ പ്രശ്നങ്ങളിലേക്കും നമ്മൾ ചെന്ന് ചാടുന്നതും ജീവിതത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ജീവിച്ച് തീർന്നില്ല, ഇനിയും എന്തോ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എത്തിച്ചേർന്ന് പോകുന്നതും. ഇവിടെ ശ്രീരാമൻ്റെ കിരീടധാരണത്തിനുള്ള ഒരുക്കങ്ങൾ അടുത്തെത്തിയതായി നമ്മൾക്ക് രാമായണത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ദശരഥ മഹാരാജാവ് തൻ്റെ പ്രായത്തെക്കുറിച്ചും രാജകീയമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവിനെക്കുറിച്ചും സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണത്. അദ്ദേഹം തൻ്റെ ഗുരുവായ വസിഷ്ഠനെ വിളിച്ച് ഉപദേശം തേടുകയാണ്. താങ്കൾക്കറിയാവുന്നത് പോലെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഒരു വൃദ്ധനായി തീർന്നുകൊണ്ടിരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ കൊട്ടാരത്തിലും രാജ്യത്തിലും എല്ലാവർക്കും പ്രിയപ്പെട്ട രാജകുമാരനുമാണ് താനും. അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ സമാനതകളില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ മനോഭാവം യഥാർത്ഥത്തിൽ മാതൃകാപരമാണ്. അദ്ദേഹം 4 പേരിൽ മൂത്തവനും എല്ലാവർക്കും സ്വീകാര്യനുമാണ് എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അതിനാൽ തന്നെ അദ്ദേഹത്തെ കിരീടധാരണം ചെയ്യിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്നത് ഈ തരത്തിലാണ്. താങ്കളുടെ അഭിപ്രായം എന്നെ അറിയിച്ചാലും, താങ്കൾ സമ്മതിക്കുന്നുവെങ്കിൽ ദയവായി ഈ ഒരു കാര്യത്തിലേക്ക് എന്നെ നയിച്ചാലും എത്രയും വേഗം നമുക്ക് ആ ഒരു കിരീടധാരണം അല്ലെങ്കിൽ പട്ടാഭിഷേകം നമ്മൾക്ക് ചെയ്യാം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഭരതനും ശത്രുഘ്നനും അദ്ദേഹത്തിൻ്റെ അമ്മാവനെ കാണുവാൻ പോയിട്ടാണ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും ഇതുവരെയായിട്ട് തിരിച്ചെത്തിയിട്ടുമില്ല. പക്ഷേ മുഹൂർത്തങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ശുഭമുഹൂർത്തം അടുത്തെത്തിയിരിക്കുന്നതായും എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ആരെയും കാത്തിരിക്കാത്തതാണല്ലോ. അതുതന്നെ ചടങ്ങിന് മുമ്പ് ഈ പറയുന്ന 2 ആൾക്കാരെയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സമയവും ഉള്ളതായിട്ടും കാണുന്നില്ല. നാളെ നമുക്ക് ഒരു പൂർണ്ണചന്ദ്ര മുഹൂർത്തമുണ്ട്. അതുകൊണ്ട് ശ്രീരാമനെ കിരീടധാരണം ചെയ്യിക്കാനുള്ള ഒരു ശുഭമുഹൂർത്തമായി അത് കണക്കാക്കിയാൽ എല്ലാവരും യോജിച്ചതാണെങ്കിൽ ദയവായി ശ്രീരാമനെ ഇതിനെക്കുറിച്ച് പറയുക, പൗരന്മാരെയൊക്കെ അറിയിക്കുക. തെരുവുകളും നഗരങ്ങളും മികച്ച വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കേണ്ടതുണ്ട്. ഇത് എല്ലാവർക്കും ഒരു ഉത്സവമായി തീരട്ടെ. കിരീടധാരണത്തിൻ്റെ ആ ചടങ്ങുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് വാദ്യക്കാര് രാജ്യം മുഴുവനും ചുറ്റി നടന്ന് ഇത് ലോകത്തെ അറിയിക്കട്ടെ. അദ്ദേഹം തൻ്റെ മുഖ്യമന്ത്രിയായ സുമന്ത്രനെ നോക്കി, ദയവായി മഹർഷി വസിഷ്ഠൻ നിർദ്ദേശിച്ചതുപോലെ ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കൂ. നാളെ നമ്മൾ അത് ചെയ്യേണ്ടതാണ്. ഇനി നമ്മുടെ കയ്യിൽ പാഴാക്കാൻ സമയമില്ല എന്ന് ദശരഥ മഹാരാജാവ് പറയുകയാണ്. രാജകൊട്ടാരത്തിലിരുന്ന് ഗുരുസമക്ഷം മന്ത്രിയോട് പറയുകയാണ്. ഇവിടെ വസിഷ്ഠൻ്റെ നേതൃത്വത്തിൽ സുമന്ത്രര് കൊട്ടാരത്തെ അലങ്കരിക്കാനുള്ള എല്ലാ സുവർണ ചമയങ്ങൾക്കുമുള്ള അല്ലെങ്കിൽ അങ്ങനെ സുവർണ ചമയങ്ങളോട് കൂടിയ ആനകളെയൊക്കെ ഏർപ്പാടാക്കി പരിപാടി ഈ ചടങ്ങ് വർണ്ണാഭമാക്കാൻ വേണ്ടി കൊട്ടാരം നർത്തകരെയും സംഗീതജ്ഞന്മാരെയും ഒക്കെ ക്ഷണിച്ചു. രാമൻ രാജ്യത്തിൻ്റെ അധിപനാകുമ്പോൾ ആചാരപരമായി അദ്ദേഹത്തെ സ്നാനം ചെയ്യിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സമീപത്തുള്ള എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നും പുണ്യ നദികളിൽ നിന്നുമൊക്കെ പവിത്രമായ തീർത്ഥജലം സ്വീകരിക്കാനും അദ്ദേഹം ആളുകളെ അയക്കുന്നു. അതുപോലെ തന്നെ ചടങ്ങ് നടക്കേണ്ട വേദിയിൽ സ്വർണ്ണ നാണയങ്ങൾ നിറച്ച 1000കണക്കിന് സ്വർണ്ണ കലശങ്ങൾ അദ്ദേഹം നിരത്തി വയ്ക്കുന്നു. അങ്ങനെ കൊട്ടാരം മുഴുവനും സ്ഥാപിക്കാൻ 1000കണക്കിന് ശോഭയുള്ള വിളക്കുകൾ തയ്യാറാക്കുന്നു. അങ്ങനെ ശ്രീരാമനെ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് വസിഷ്ഠ മുനി വളരെ സന്തോഷപൂർവ്വം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത്. അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ വീട്ടിലെത്തി രാജഗുരുവിനെ അവരുടെ പടിവാതിക്ക്, അതായത് ശ്രീരാമൻ്റെ സമക്ഷമാണ് വസിഷ്ഠൻ പോകുന്നത്. അപ്പോൾ തൻ്റെ ഗൃഹത്തിൻ്റെ പടിവാതിക്കൽ രാജഗുരുവിനെ കണ്ടപ്പോൾ ശ്രീരാമനും സീതയും അദ്ദേഹത്തെ
സ്വാഗതം ചെയ്യാൻ അടുക്കലേക്ക് ഓടുകയാണ്. അവർ ഗുരുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ആദരവോടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അവർ ഭക്തിപൂർവ്വം അദ്ദേഹത്തിൻ്റെ പാദസ്നാനം, അതായത് കാല് കഴുകുകയും കൊട്ടാരത്തിൽ ലഭ്യമായ ഏറ്റവും മികച്ച ഇരിപ്പിടം അദ്ദേഹത്തിന് നൽകുകയും ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹം ശ്രീരാമൻ്റെയും സീതാദേവിയുടെയും അവതാരത്തെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും തനിക്ക് അറിയാമെന്ന് സാക്ഷാൽ ഗുരുവായ വസിഷ്ഠൻ ശ്രീരാമനോട് പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന എല്ലാവർക്കും എല്ലാ രഹസ്യവും അറിയുമെങ്കിൽ പിന്നെ എന്താണ് രാവണന് ഈ രഹസ്യം മനസ്സിലാകാത്തതെന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ തോന്നുന്നുണ്ടാവാം. ഇവിടെയൊക്കെ ഇത് നമ്മുടെ അകത്തുള്ള ഞാനാകുന്ന അസ്തിത്വത്തിലെ ഓരോ ചൈതന്യങ്ങളെക്കുറിച്ച്, ഇപ്പം എൻ്റെ അകത്തുള്ള ഗുരു ചൈതന്യത്തെക്കുറിച്ചാണ് നമ്മൾ വസിഷ്ഠൻ അല്ലേ, അതായത് നമ്മൾ പറഞ്ഞു വസിഷ്ഠ എന്ന് നമ്മൾ ഈ പദത്തെ മുന്നേയുള്ള എപ്പിസോഡിൽ വളരെ വിശകലനം ചെയ്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തത്വങ്ങളൊക്കെ ആത്മചൈതന്യത്തോടും ആത്മ അവബോധത്തോടും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ തമ്മിൽ ഡിസ്കഷൻ നടക്കുന്നത് അന്തരംഗത്തിലാണ്, അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ഉള്ളിലുള്ള ഗുരുതത്വത്തിന് യഥാർത്ഥത്തിൽ ഞാനാകുന്ന അസ്തിത്വത്തിൻ്റെ അവതാര ഉദ്ദേശം അറിയാം, ഞാൻ എന്തിനു വന്നു എന്നുള്ളത് എൻ്റെ ഉള്ളിലുള്ള ഗുരുതത്വത്തെ അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ആ ഗുരുതത്വത്തെ സ്മരിക്കുമ്പോൾ ആ ഗുരുതത്വം നമ്മുടെ ഉള്ളിൽ എന്തിനാണോ നമ്മൾ വന്നിട്ടുള്ളത് അതിന് ആവശ്യമായ ഗുരുക്കന്മാരെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിത്തരുന്നത് നമ്മുടെ ഗുരുതത്വത്തിന് നമ്മുടെ അവതാര ഉദ്ദേശം അറിയുന്നത് കൊണ്ടാണ്. അപ്പോൾ എല്ലാം ഒരു ദിവ്യ നാടകമാണെന്നും അതിലെല്ലാവരും അജ്ഞതയുടെ അല്ലെങ്കിൽ മായയുടെ മയക്കത്തിൽ അവരവരുടെ വേഷങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അറിയാമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നിരുന്നാലും ദശരഥൻ്റെ പ്രിയപുത്രനായി രാമൻ ഇവിടെ അവതരിച്ചിട്ടുമുണ്ട്. അടുത്ത ദിവസം അദ്ദേഹം കിരീടധാരണം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഒരു ദിവ്യ ലക്ഷ്യം നിറവേറ്റാനാണ് അദ്ദേഹം ഇവിടെ അവതരിച്ചിട്ടുള്ളത്. കിരീടധാരണം ആ നാടകത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അതിനാൽ ശ്രീരാമ, നീ രാത്രി മുഴുവൻ ജാഗരൂകമായിരിക്കുക, ഉപവാസവും ബ്രഹ്മചര്യവും അനുഷ്ഠിക്കുക. നാളത്തെ ആ വലിയ സംഭവത്തിന് തയ്യാറാകുവാൻ ഇന്ന് നീ തറയിൽ ശയിക്കുക. അതായത് രാജകീയമായ ഉപചാരങ്ങളൊക്കെ ഒഴിവാക്കി ഒരു ബ്രഹ്മചര്യയെ പോലെ, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ സമക്ഷം ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുനിയുടെ സന്ദർശനത്തെക്കുറിച്ച് ശ്രീരാമൻ ലക്ഷ്മണനോട് പങ്കുവെക്കുകയാണ്. ഇങ്ങനെ ഗുരു വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന സന്തോഷ വാർത്ത പരസ്പരം സഹോദരനുമായി പങ്കുവെക്കുകയാണ്. അപ്പോൾ തുടർന്നുള്ള ആഘോഷങ്ങളെക്കുറിച്ച് ലക്ഷ്മണനും വളരെ ആവേശഭരിതനാവുകയാണ്. രാജ്ഞിമാരായ കൗസല്യയും സുമിത്രയും സന്തോഷ വാർത്ത അറിഞ്ഞു. അങ്ങനെ അമ്മ കൗസല്യ ഉടനെ തന്നെ മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. തൻ്റെ മകനെ എപ്പോഴും നീ സംരക്ഷിക്കണമെന്ന് ആ അമ്മ, അല്ലെങ്കിൽ മകൻ്റെ നല്ല ഭാവിക്ക് വേണ്ടി ഏതൊരമ്മയും പോലെ ആ അമ്മയും മഹാലക്ഷ്മിയോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെയാണ് വസിഷ്ഠ മുനി വന്നിട്ട്, അല്ലെങ്കിൽ രാജഗുരുവായ വസിഷ്ഠ മുനി ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറയുന്നതിൻ്റെ സന്ദർഭം നമ്മൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, നാളെ നടക്കാൻ പോകുന്ന സംഭവം എന്നാണ്. ആ മഹാസംഭവത്തിന് വേണ്ടി താങ്കൾ ഇന്ന് രാത്രി ജാഗരൂകനാവണം, നീ ഈ രാത്രി ജാഗരൂകനായിരിക്കണം എന്നാണ് പറയുന്നത്. ഉപവാസവും ബ്രഹ്മചര്യവും അനുഷ്ഠിക്കുക. അപ്പം അതൊരു ഈശ്വരീയമായ പ്രവൃത്തി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു രാമസമക്ഷം വന്നത്. ഗുരുവിന് കൃത്യമായ ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ആത്മചൈതന്യമാകുന്ന ശ്രീരാമനോട് ഈ കാര്യം പറയുന്നത്. ഇവിടെയാണ് നമ്മൾ വാൽമീകി രാമായണത്തിലെ, അല്ലെങ്കിൽ രാമായണത്തിലെ കഥാതന്തുവിൻ്റെ പ്രധാന വഴിത്തിരിവ്. കാരണം ഈ പറയുന്ന ദിവ്യമായ നാടകത്തിൻ്റെ ടേണിംഗ് പോയിൻ്റാണ് ഇതെന്ന് അദ്ദേഹം സൂചന കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ആണ് നമ്മൾ മന്ദരയെയും കൈകേയിയെയും മനസ്സിലാക്കേണ്ടത്. കാരണം തൊട്ടു മുമ്പേ നാരദൻ വന്ന് ശ്രീരാമചന്ദ്ര ഭഗവാനോട് പറഞ്ഞു, കിരീടധാരണം ചെയ്യാൻ പോവുകയാണ്, കിരീടധാരണം നടന്നാൽ ചിലപ്പോൾ അങ്ങ് രാജാവായി തീരും, അതുകൊണ്ട് തന്നെ രാജകീയമായ ആ ഒരു ജീവിത രീതിയിൽ തൻ്റെ അവതാര ഉദ്ദേശം മറക്കരുത് എന്ന് ആത്മഗതം വന്ന് പറഞ്ഞു. രണ്ടാമത് തൻ്റെ ഉള്ളിലുള്ള ഗുരുബോധം, അല്ലെങ്കിൽ ഗുരുപരമ്പരയുടെ ആ പ്രജ്ഞ വീണ്ടും അദ്ദേഹത്തിന് സൂചനകൾ നൽകുകയാണ്. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന ആ മഹാസംഭവത്തിന് മുൻപേ താങ്കൾ ഈ പറയുന്ന രീതിയിൽ ഉപവാസം അനുഷ്ഠിക്കണം,
ഈശ്വരീയമായി നിലകൊള്ളും. കാരണം എന്താണ്, മനസ്സിന് വളരെയേറെ വിഷമം വരാൻ പോകുന്ന കാര്യമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് സ്വയം നമ്മളോട് നമ്മുടെ ഉള്ളിലുള്ള ഈ അന്തരംഗ ധ്വനികൾ നമ്മളോട് സംവദിക്കുന്നതാണ്. ഇത് എനിക്കും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാൻ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചതുമാണ്. കാരണം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു അന്തരംഗ ധ്വനി നമ്മൾക്കൊരു സൂചനകൾ അത് ചിലപ്പോൾ സ്വപ്നമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രകൃതിയിലുള്ള സൂചനകൾ കൊണ്ടൊക്കെ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പലർക്കും ജീവിതത്തിൽ അനുഭവമുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ മന്ദരയും കൈകേയിയുടെയും പ്രധാനമായ ആ വഴിത്തിരിവിന് അവർ കാരണക്കാരാവുന്നത് നമ്മൾ ശ്രദ്ധിക്കാം. ഇവിടെ പിറ്റേന്ന് രാവിലെ ശ്രീരാമനെ കിരീടധാരണം ചെയ്യാൻ കൊട്ടാരത്തിൽ എല്ലാവരും തയ്യാറായിരിക്കുന്ന സമയം. എന്നാൽ ശ്രീരാമൻ ഇപ്പോൾ രാജാവായാൽ രാവണനെ കൊന്ന് ധർമ്മം പുനഃസ്ഥാപിക്കാനുള്ള ഈ ദേവന്മാരുടെ ഇച്ഛ, സ്വർഗീയമായ ആ ഇച്ഛ നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ദിവ്യമായ നാടകത്തിന് അതിൻ്റേതായ ഒരു പ്രത്യേകതകളുണ്ട്. കിരീടധാരണ ചടങ്ങിനെ തടസ്സപ്പെടുത്തുവാൻ എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി ദേവന്മാർ തീരുമാനിക്കുകയാണ്. അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും സാഹിത്യത്തിനും അധിപയായ സരസ്വതീ ദേവിയുടെ അടുത്തേക്ക് ഈ പറയുന്ന ഈശ്വരീ ചൈതന്യങ്ങൾ പോവുകയാണ്. അവിടെ രാജ്ഞിയായ കൈകേയിയുടെ പ്രധാന പരിചാരകയായ മന്ധരയുടെ നാവിൻ തുമ്പത്ത് അല്ലെങ്കിൽ നാവിൻ്റെ അഗ്രത്തിൽ വസിച്ചുകൊണ്ട് മാന്ത്രികത ചെയ്യാൻ അവർ സരസ്വതീ ദേവിയോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അത് സംഭവിക്കുകയും ചെയ്തു. കൈകേയിയുടെ നിത്യസഖിയും വിശ്വസ്തയുമായ മന്ധര ദശരഥൻ അവളെ വിവാഹം ചെയ്തപ്പോൾ അവളോടൊപ്പം അയോധ്യയിലേക്ക് വന്ന സമയത്ത് ഈ പറയുന്ന ദശരഥൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ കൈകേയിയെ വിവാഹ സമയത്ത് കൊടുത്ത വരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പറയുന്ന മന്ധരയെയാണ് വിധി വിളയാട്ടത്തിൽ. അപ്പോൾ ഇവിടെ രാമൻ്റെ കിരീടധാരണത്തെക്കുറിച്ച് കേട്ട് സന്തോഷവതിയായ കൈകേയിയെ കണ്ട മന്ധര കൈകേയിയെ ശകാരിക്കുവാൻ തുടങ്ങി. എന്താണ് അങ്ങ് എപ്പോഴും ഇതുപോലെ സന്തോഷമായി ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങ് നിർഭാഗ്യവതിയാണ്. രാജ്യത്തിനായുള്ള ഒരു പ്രധാന തീരുമാനമെടുക്കുമ്പോൾ ആരും താങ്കളോട് ആലോചിച്ചിട്ടില്ലല്ലോ അല്ലേ? താങ്കൾക്ക് അതിനെക്കുറിച്ച് ആശങ്കയില്ലേ? ഇവിടുത്തെ പ്രിയപ്പെട്ട രാജ്ഞി അങ്ങാണ് എന്ന് പറയുന്നതിൽ എന്ത് പ്രയോജനമാണ് ഉള്ളത്? അങ്ങയെ പരിപാലിക്കാൻ ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ഞാനിവിടെയുണ്ട്. പക്ഷേ അങ്ങയുടെ നന്മയ്ക്കായി ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും അങ്ങത് ശ്രദ്ധിക്കുന്നേയില്ല. അപ്പോൾ കൈകേയിക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ മന്ധര പറഞ്ഞപ്പോൾ ഉള്ളിൽ ജിജ്ഞാസ തോന്നി. എന്താ കാര്യം? എല്ലാം വളരെ നന്നായി പോകുന്നുണ്ടല്ലോ, പിന്നെ എന്താണ്? ശ്രീരാമൻ എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. ഞാൻ അവൻ്റെ പ്രിയപ്പെട്ട അമ്മയും കൂടിയാണ്. അവൻ്റെ സ്വന്തം അമ്മ കൗസല്യയേക്കാൾ കൂടുതൽ അവന് എന്തെങ്കിലും നല്ലത് ലഭിക്കുമ്പോഴോ സംഭവിക്കുമ്പോഴെല്ലാം അവന് വളരെ ഇഷ്ടവും അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അവനോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യവുമാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ കഴിക്കാൻ അദ്ദേഹത്തിന് ശ്രീരാമന് ജീവിതത്തിൽ എന്തെങ്കിലും സമൃദ്ധി വന്നാൽ അത് ആദ്യം അവൻ പങ്കുവെക്കുന്നത് എന്നോടാണ് എന്നാണ് പറയുക. അവൻ ഒരിക്കലും എൻ്റെ മുമ്പിൽ മോശമായ ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ എപ്പോഴും ഒരു ഉത്തമ മകനായിട്ടാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ എന്തിനാണ് നിനക്ക് ഈ ആശങ്ക എന്ന് തോഴിയോട് ചോദിക്കുകയാണ്, മന്ധരയോട്. നിന്നെ അലട്ടുന്ന പ്രശ്നം എന്താണ്? ശ്രീരാമൻ നമ്മുടെ രാജാവാകാൻ പോകുന്നു എന്നത് ഏറ്റവും വലിയ കാര്യമല്ലേ? കൈകേയിയുടെ ഈ മറുപടി മന്ധരയ്ക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം മന്ധരയ്ക്ക് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, ദേവന്മാരെ ഏൽപ്പിച്ച ലക്ഷ്യമാണത്. അപ്പോൾ മന്ധര പറയാണ്, അങ്ങ് ശരിക്കും ഒരു വിഡ്ഢിയാണോ അതോ ഒരു ദുരന്തം വരുമ്പോൾ കണ്ണും കാതും അടച്ചിരിക്കുകയാണോ എന്ന് തിരിച്ചു ചോദിക്കുകയാണ്. രാജാവ് ഭരതനെയും ശത്രുഘ്നെയും അമ്മാവൻ്റെ വീട്ടിലേക്ക് അയച്ച് അവരുടെ അഭാവത്തിൽ കിരീടധാരണം പ്രഖ്യാപിച്ച രീതി അങ്ങ് ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ്. രാമനെയും ലക്ഷ്മണനെയും ഉയർന്ന സ്ഥാനങ്ങളിൽ മിക്കവാറും പരിഗണിക്കും. കാരണം അവർ ആളുകളാണല്ലോ ഇവിടെ സ്ഥലത്തുള്ളത്. അതേസമയം മറ്റു രണ്ടുപേരും അവരുടെ അടിമകളായി പോവും. ഒരു അടിമയുടെ അമ്മ എന്ന നിലയിൽ താങ്കൾ കൗസല്യയ്ക്കും സുമിത്രയ്ക്കും
പോലും വിധേയമായി ജീവിക്കേണ്ടി വരും. അപ്പോൾ താങ്കളുടെ സേവനത്തിൽ അവർ തൃപ്തരല്ലെങ്കിൽ, അങ്ങനെ വിധേയമായി നിങ്ങൾ ചെയ്യുന്ന സേവനത്തിൽ അവർ തൃപ്തരല്ലെങ്കിൽ അവർ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താങ്കൾ ഇടപെടാതിരിക്കാൻ താങ്കളെ കൊല്ലുകയോ ചെയ്യും. ഇതുവരെ താങ്കൾ രാജാവിൽ നിന്ന് പ്രത്യേകമായ സ്നേഹവും ശ്രദ്ധയും ബഹുമാനവും ഒക്കെ ആസ്വദിച്ചിരുന്നതല്ലേ? അത് അവസാനിക്കാൻ പോവുകയാണ്. താങ്കളുടെ നന്മയ്ക്കായിട്ടാണ് ഞാൻ താങ്കളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ എന്ന് മന്ദര അവിടെ അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ കൈകേയി യഥാർത്ഥത്തിൽ ഒരു ത്രിശങ്കൂലായി. കാരണം എന്താണ് പറയുന്നത് എന്നുള്ളത് ഒരു വ്യക്തതയില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ എന്തിനാണ് ഈ ഒരു അവസരത്തിൽ മന്ദര ഇത്രയും ആശങ്കയോടെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പം എന്താണ് ഈ ആൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, താങ്കളുടെ മകൻ ഭരതൻ രാജാവാകണം. ശ്രീരാമൻ കാട്ടിൽ പോയി 14 വർഷം അവിടെ താമസിക്കണം. അതിനുശേഷം അവനിൽ നിന്നൊരു ശല്യവും ഉണ്ടാവാൻ സാധ്യതയില്ല. താങ്കൾക്ക് പ്രധാന രാജ്ഞിയായി കൊട്ടാരം നയിക്കുവാനും ബഹുമാനവും പ്രശസ്തിയും നേടുവാനും കഴിയും. അപ്പോൾ രാജാവിനെ ഇതിന് എങ്ങനെ സമ്മതിപ്പിക്കാമെന്ന് ഇപ്പോൾ താങ്കൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അസുരന്മാരുമായുള്ള ഘോര യുദ്ധത്തിൽ ദശരഥ മഹാരാജാവിനെ സഹായിച്ച സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? രാജാവിൻ്റെ രഥചക്രം ഊരി തെറിക്കാൻ പോകുന്ന സമയത്ത് താങ്കളുടെ വിരൽ വെച്ച് ആ വലിയ അപകടം തടയാൻ, ആ രഥത്തിൻ്റെ അച്ചുതണ്ടിൽ നിന്ന് വേർപിരിയാൻ പോവുകയായിരുന്ന ആ ചക്രത്തെ ചേർത്ത് നിർത്തി അങ്ങ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ച സമയത്ത് ദശരഥൻ അങ്ങേക്ക് തന്ന വരം ഇപ്പോൾ ഓർക്കുന്നുണ്ടോ? ആ എപ്പോഴും ലഭിക്കാൻ സാധ്യതയുള്ള ആ വരങ്ങൾ അത് താങ്കൾ പ്രയോഗിക്കേണ്ട സമയമാണ്. താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കൾ ബുദ്ധിമതിയാണെങ്കിൽ അവ ചോദിക്കേണ്ട സമയമാണിത്. ഇന്ന് രാത്രി രാജാവ് താങ്കളെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തെ നിർബന്ധിക്കാതെ താങ്കളുടെ അനിഷ്ടം പ്രകടിപ്പിക്കുകയും നിന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണെന്ന് അവനോട് പറയുകയും ചെയ്യുക. നിന്റെ പതിവ് സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കോപിഷ്ഠയായും വളരെ അധാർമികമായ ഒരു സ്ത്രീയായും ഒക്കെ നീ പെരുമാറുക. ഒടുവിൽ മന്ദര പറഞ്ഞതെല്ലാം കൈകേയിയുടെ പ്രജ്ഞയിലേക്ക് ആശങ്കകൾ സൃഷ്ടിച്ചു, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ ഒരു തലത്തിൽ അത് ബോധമണ്ഡലത്തിലേക്ക് ചേക്കേറി. അങ്ങനെ മന്ദര ഉപദേശിച്ചതുപോലെ പെരുമാറാൻ അവിടെ കൈകേയി തീരുമാനിക്കുകയാണ്. ദശരഥ മഹാരാജാവ് രാമന് ശ്രീരാമന് പകരം ഭരതനെ കിരീടധാരണം ചെയ്യാൻ തീരുമാനിക്കുന്നത് വരെ ഞാൻ ഈ അറയിൽ തന്നെ തുടരും. അത് സംഭവിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും. നന്ദി പ്രിയേ, നീ എൻ്റെ കണ്ണുകൾ തുറക്കാൻ പ്രേരിപ്പിച്ചു. ഭരതൻ രാജാവായാൽ നിന്റെ പേരിൽ ധാരാളം ആഭരണങ്ങളും ഭൂമിയും ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ഞാൻ നിനക്ക് നൽകും എന്നൊക്കെ തോഴിയോട് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രജ്ഞയിൽ ഈ പറയുന്ന ചിന്താഗതിയൊന്നുമില്ലാത്ത കൈകേയിക്ക് പ്രജ്ഞയിൽ ഇത്തരം ചിന്താഗതികൾ സമ്മാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദശരഥ മഹാരാജാവ് അന്തഃപുരത്തിലെത്തിയ സമയത്ത് പതിവ് അറയിൽ തന്നെ അല്ലെങ്കിൽ അന്തഃപുരത്തിൽ തന്നെ കൈകേയിയെ കാണാൻ കഴിഞ്ഞില്ല. അയാൾ ചുറ്റും അന്വേഷിച്ചപ്പോൾ ദുരിതമനുഭവിക്കുന്നവർക്കായി നീക്കി വെച്ചിരിക്കുന്ന പ്രത്യേക അറയിൽ, അതായത് അസുഖബാധിതരായ ആളുകളൊക്കെ കിടക്കുന്ന ആ പ്രത്യേക അറയിൽ അവൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും അവളെ അലട്ടുന്നത് എന്താണ് എന്ന് കാണാൻ അദ്ദേഹം അവിടെ പോയി. അവളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് രാജാവ് വളരെ നന്നായി ചോദിച്ച് മനസ്സിലാക്കി. ശ്രീരാമൻ്റെ കിരീടധാരണ ചടങ്ങിനെക്കുറിച്ച് കൈകേയിയോട് പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആരെങ്കിലും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രീതി കുറവുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞുവോ എന്ന് കൈകേയിയോട് ചോദിക്കുകയാണ്. ആരെയെങ്കിലും അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് വേണ്ടി ഞാൻ ശിക്ഷിക്കണമോ? അങ്ങനെ ആരെങ്കിലും ദുഷ്പ്രവൃത്തി താങ്കളോട് ചെയ്തുവോ എന്ന് കൈകേയിയോട് ദശരഥൻ ചോദിക്കുകയാണ്. അങ്ങനെയുണ്ടെങ്കിൽ പറയൂ, ഞാൻ അവരെ ശിക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ അവരെ ശിക്ഷിക്കണം? അവർ നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെയും വെറുതെ വിടില്ല. താങ്കളോട് മോശമായി പെരുമാറി ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ ദശരഥൻ പറയുകയാണ്. കാരണം
കൈകേയിയുടെ അവസ്ഥ കണ്ടിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു ദരിദ്രനെ വേണമെങ്കിൽ അങ്ങ് പറഞ്ഞാൽ ഒരു ദരിദ്രനെ ധനികനാക്കാനും താങ്കൾക്ക് വേണ്ടി ഒരു ധനികനെ ദരിദ്രനാക്കാനും എനിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ താങ്കൾ വേണമെങ്കിൽ പറഞ്ഞാൽ അന്യായമായി തടവിൽ പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ വേണമെങ്കിൽ വിട്ടയക്കാം. താങ്കൾ ഉത്തരവിട്ടാൽ ആരെയും വേണമെങ്കിൽ തടവിലേക്ക് ആക്കുവാനും എനിക്ക് സാധിക്കും. പക്ഷെ ഇപ്പോൾ താങ്കൾ സന്തോഷിക്കൂ, കാരണം നമ്മുടെ മകനായ ശ്രീരാമൻ്റെ കിരീടധാരണ ചടങ്ങിനെക്കുറിച്ച് താങ്കളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ കൈകേയി മറുപടി പറയുകയാണ്, അങ്ങ് വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ വളരെ പ്രശസ്തനാണല്ലോ രാജൻ. എനിക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ഞാൻ താങ്കളോട് ആവശ്യപ്പെടേണ്ട സമയമാണ് ഇത് എന്നെനിക്ക് തോന്നുന്നു എന്ന് കൈകേയി പറയുകയാണ്. അപ്പോൾ അസുരന്മാരുമായുള്ള യുദ്ധത്തിൽ താങ്കൾ എനിക്ക് നൽകിയ 2 വരങ്ങൾ ഓർമ്മിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവ ഇപ്പോൾ എനിക്ക് നൽകണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതിലൊന്ന് ഭരതനെ കിരീടധാരണം ചെയ്യിക്കുകയും രണ്ടാമത്തേത് ശ്രീരാമനെ 14 വർഷം കാട്ടിൽ താമസിക്കാൻ നാടുകടത്തുകയും ചെയ്യണമെന്ന് ഞാൻ അതീവമായി ആഗ്രഹിക്കുന്നു. അതിനാൽ ഈ 2 വരങ്ങളും അങ്ങ് എനിക്ക് സാധിച്ചു നൽകണം. അവൻ ഇന്ന് ആരംഭിച്ച് 14 വർഷം കാട്ടിൽ പഴങ്ങളും വേരുകളും മാത്രം കഴിച്ച് കഴിയണം. വാഗ്ദാനം ചെയ്ത 2 വരങ്ങൾക്കായി അങ്ങൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയാൽ ഞാൻ എൻ്റെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ നിർബന്ധിതയാകും എന്ന് ദശരഥ മഹാരാജാവിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പോൾ ദശരഥൻ തൻ്റെ പ്രിയപ്പെട്ട രാജ്ഞിയിൽ നിന്ന് കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ, പ്രിയ നീ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ശ്രീരാമൻ നിന്നെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്തുവോ? കൗസല്യ പറയുന്നതിനേക്കാൾ കൂടുതൽ ശ്രീരാമനെക്കുറിച്ച് നീയാണല്ലോ എന്നോട് എല്ലാ മഹത്തര കാര്യങ്ങളും എന്നും പറയുമായിരുന്നത്. ശരി, നീ നിർബന്ധിച്ചാൽ ഞാൻ ഭരതന് രാജ്യം നൽകാൻ തയ്യാറാണ്. പക്ഷേ ശ്രീരാമൻ എന്തിനാണ് കാട്ടിലേക്ക് പോകേണ്ടത്? ശ്രീരാമൻ നിന്നെ ഒരു തരത്തിലും ഉപദ്രവിക്കുന്ന ഒരു കാര്യത്തിലും ഏർപ്പെടില്ലെന്നത് ഞാൻ ഉറപ്പാക്കാം. അങ്ങനെ രാജാവ് ഇതൊക്കെ പറയുമ്പോൾ കണ്ഠം ഗദ്ഗതമായി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിയുകയാണ്. ആ കണ്ണുനീര് ധാരധാരയായി പൊഴിയാൻ തുടങ്ങി. ഭാര്യയോട് പ്രാശ്ചിത്തം ചെയ്യാൻ അദ്ദേഹം അപേക്ഷിച്ചു. പക്ഷേ അത് കൈകേയിയെ സമാധാനിപ്പിച്ചിട്ടില്ല. ഇതിനു വേണ്ടി ഞാൻ എന്ത് പ്രാശ്ചിത്തം വേണമെങ്കിലും ചെയ്യാം. പക്ഷേ കൈകേയി അത് അംഗീകരിക്കുവാൻ തയ്യാറല്ല. താങ്കളുടെ വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ജീവിതം അവസാനിപ്പിച്ചാൽ താങ്കൾ നരകത്തിൽ അവസാനിക്കും. ശ്രീരാമൻ രാവിലെ കാട്ടിലേക്ക് പോകുന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഏറ്റവും വിശ്വസ്തനായ രാജാവായി നിലനിർത്താൻ താങ്കൾ എന്നും കാലാതീതനായി ദശരഥ മഹാരാജാവ് എന്നറിയപ്പെടാൻ താങ്കൾക്കൊരു പ്രശസ്തിയുണ്ട്. പറഞ്ഞ വാക്കിന് വിലയുള്ള ആളാണ്. അങ്ങനെ രാജാവ് ധർമ്മസങ്കടത്തിലായി. കാരണം രാജാവ് ദുഃഖത്താൽ നിരാശനായി. ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഗ്രാമീണനെ പോലെ അദ്ദേഹം വിലപിക്കാൻ തുടങ്ങി. ഒരു സാധാരണ മനുഷ്യനെ പോലെ, പശുത്വമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയെ പോലെ അദ്ദേഹം വിലപിക്കാൻ തുടങ്ങി. രാത്രി വളരെ നീണ്ടതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. വേദനാജനകവുമായി തോന്നി. എന്നിരുന്നാലും രാവിലെ പുതിയ സംഭവ വികാസങ്ങളെല്ലാം അറിയാതെ ഒരു കൂട്ടം ഗായകര് രാജ്ഞി കൈകേയിയെ ഉണർത്താൻ കൊട്ടാരത്തിൽ, കാരണം പിറ്റേന്നുള്ള ചടങ്ങിന് വേണ്ടിയിട്ട് കൊട്ടാരത്തിലെ ആളുകൾ വന്ന് നിറഞ്ഞു. എല്ലാ കാര്യങ്ങളും ചെയ്ത് 11-ാം മണിക്കൂർ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സമയമായി. അങ്ങനെ എല്ലാവരെയും ഉണർത്താൻ, പ്രത്യേകിച്ച് കൈകേയിയൊക്കെ ഉണർത്താൻ ആളുകൾ വന്നു തുടങ്ങി. അവൾ വളരെ കോപാകുലയായി അവരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ ഗായകരൊക്കെ അന്തഃപുരത്തിൽ നിന്ന് പുറത്താക്കി. കിരീടധാരണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ കൊണ്ട് ഇതിനകം തന്നെ കൊട്ടാരം നിറഞ്ഞ് കവിയാൻ തുടങ്ങി. ആനകള്, കുതിരകള്, ഒട്ടകങ്ങള്, പിന്നെ മികച്ച വസ്ത്രങ്ങൾ ധരിച്ച ആളുകള്, ശ്രേഷ്ഠന്മാര്, അതുപോലെ സൈനികര്, വില്ലാളികള്, അതുപോലെ വേലക്കാര്, ഗായകര്, നർത്തകര്, അങ്ങനെ തുടങ്ങി എല്ലാവരും തന്നെ ഇതിനകം ഈ ആഘോഷങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു മുഹൂർത്തത്തിന്, ആ ഒരു ശംഖനാദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എത്തിച്ചേർന്നതിന് ശേഷം ശ്രീരാമനും ലക്ഷ്മണനും യഥാർത്ഥത്തിൽ ആ ആളുകൾ തടിച്ചുകൂടിയ വേദിക്ക് മധ്യഭാഗത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച് അയോധ്യയിലെ ആളുകൾ ആകാംക്ഷയോടെ അവിടെ കാത്തിരിക്കുകയാണ്. തലേ ദിവസം രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് ഈ തടിച്ചുകൂടിയ ആളുകൾക്ക് ആർക്കും അറിയില്ലല്ലോ. ഇവിടെയാണ് ശ്രീരാമൻ്റെ കിരീടധാരണ ചടങ്ങിൻ്റെ തടസ്സം എന്ന ആ പ്രധാന ഭാഗം
വാൽമീകി രാമായണത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. കിരീടധാരണ ചടങ്ങിൻ്റെ ദിവസം രാവിലെ ഈ പറയുന്ന രാജാവ് ദശരഥ മഹാരാജാവ് ഇതുവരെ ഉണർന്നിട്ടില്ലെന്ന് മന്ത്രി സുമന്ത്രര് മനസ്സിലാക്കുകയും അദ്ദേഹം വളരെ ആശങ്കാകുലനായി തീരുകയും ചെയ്യുന്നു. കാരണം രാജ്യത്ത് മുഴുവൻ വലിയ ആഘോഷം നടക്കുന്ന ദിവസമായ ഇന്ന് പക്ഷേ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെ അന്തരീക്ഷത്തിൽ ഒരു ഉത്സാഹക്കുറവ് നിഴലിക്കുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. കൈകേയിയുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അവിടെ രാജാവ് രാത്രി വിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൻ്റെ ശക്തനായ രാജാവിനെ അദ്ദേഹം ചെന്ന് കാണുന്ന സമയത്ത് വെറും നിലത്ത് കിടന്ന് കരയുന്ന ദയനീയമായ കാഴ്ചയാണ് അദ്ദേഹം കാണുന്നത്. അദ്ദേഹം രാജ്ഞി കൈകേയിയോട് ചോദിക്കുകയാണ്, എൻ്റെ രാജാവിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം വളരെ അസ്വസ്ഥനാണെന്ന് തോന്നുന്നു. ഇന്നലെ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് പറയൂ. കൈകേയി വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മറുപടി പറയുകയാണ്. ഇന്നലെ രാത്രി രാജാവ് ഉറങ്ങിയില്ല. അദ്ദേഹം രാമനാമം ജപിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉടൻ തന്നെ ശ്രീരാമനെ കാണാൻ ആഗ്രഹമുണ്ടാകാം. അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയില്ല. രാമനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് ആരെയെങ്കിലും അയക്കാം. അങ്ങനെ സുമന്ത്രര് തന്നെ തിടുക്കത്തിൽ ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പോവുകയാണ് അവിടെ നിന്ന്. അങ്ങനെ ശ്രീരാമൻ ഉടനെ തന്നെ മന്ത്രി സുമന്ത്രനോടൊപ്പം പിതാവിനെ കാണുവാൻ വേണ്ടി തയ്യാറായി പോവുകയാണ്. ലക്ഷ്മണനെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്രീരാമൻ മുൻപിൽ പോകുന്നത്. അവിടെ രഥം തിടുക്കത്തിൽ രാജാവ് കിടന്നിരുന്ന ആ കൊട്ടാരത്തിലേക്ക് എത്തുകയും ശ്രീരാമൻ ചെന്ന് ദശരഥ മഹാരാജാവിനെ കാണുകയും കണ്ട മാത്രയിൽ പിതാവിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ ദശരഥനും അവനെ തിരിച്ച് ആലിംഗനം ചെയ്യുന്നു. പക്ഷേ ദശരഥൻ ദുഃഖത്താൽ ശക്തി നഷ്ടപ്പെട്ട് തറയിൽ വീഴുന്നു. ഇരുന്നു കൊണ്ട് അങ്ങനെ ശ്രീരാമൻ ദശരഥനെ ഉയർത്തി സ്വന്തം മടിയിൽ കിടത്തുകയും ഇതൊക്കെ കണ്ടു നിൽക്കുന്ന അന്തഃപുരത്തിലെ സ്ത്രീകളൊക്കെ കണ്ണുനീര് വാർത്താൻ തുടങ്ങി. അവർ കരയുവാൻ തുടങ്ങി. രാജാവിൻ്റെ അവസ്ഥ കേട്ട് രാജകീയ ഗുരുവായ വസിഷ്ഠൻ അവിടെ ഉടൻ തന്നെ എത്തിച്ചേരുന്നു. ശ്രീരാമൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഇത്ര വിഷമിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കൈകേയി അതിനുള്ള മറുപടി അവിടെ പറയുകയാണ്. രാജാവിൻ്റെ ദുഃഖത്തിന് കാരണം താങ്കളാണ് ശ്രീരാമ. താങ്കൾക്ക് മാത്രമേ രാജാവിനെ ആശ്വസിപ്പിക്കാനും സമാധാനിക്കുവാനും കഴിയുള്ളൂ, അല്ലെങ്കിൽ സമാധാനിപ്പിക്കുവാനും കഴിയുകയുള്ളൂ. താങ്കളുടെ പിതാവിന് സത്യപ്രതിജ്ഞ നിറവേറ്റാൻ താങ്കൾ സൗകര്യമൊരുക്കണം. എല്ലാത്തിനുമുപരി സത്യം പരമപ്രധാനമായി നിലനിർത്തുന്നതിന് അദ്ദേഹത്തിന് എല്ലാവിധ സഹായവും താങ്കൾ നൽകണം. താങ്കൾ മൂത്ത മകനാണ്. താങ്കളുടെ പിതാവിൻ്റെ പേരും പ്രശസ്തിയും നിലനിർത്താൻ താങ്കൾ അദ്ദേഹത്തെ സഹായിക്കേണ്ട സമയമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീരാമനെ ഇതൊക്കെ കേട്ടപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ശ്രീരാമൻ അതിശയപൂർവ്വം കൈകേയിയുടെ മുഖത്തേക്ക് നോക്കുന്ന സമയത്ത് കൈകേയി വീണ്ടും വിശദീകരിക്കുകയാണ്. വളരെ കാലം മുമ്പ് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ അദ്ദേഹം എനിക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ അന്ന് ഞാൻ ആ യുദ്ധക്കളത്തിൽ വെച്ച് രക്ഷിച്ചിരുന്നതിനാൽ എൻ്റെ സമയോചിതമായ ആ ഇടപെടലിൽ സന്തുഷ്ടനായ അദ്ദേഹം എനിക്ക് വരങ്ങൾ നൽകി. അവ ഇപ്പോൾ നിറവേറ്റണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഇത് താങ്കളെ ബാധിക്കുന്നതിനാൽ രാജാവായ ദശരഥൻ അതിനെക്കുറിച്ച് നിങ്ങളോട്, അല്ലെങ്കിൽ ശ്രീരാമ നിന്നോട് പറയാൻ അദ്ദേഹം മടിക്കുന്നു. എന്നാൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ സഹായിക്കാൻ ബാധ്യസ്ഥനാണ്. ഒരു മകന്, അതായത് ഒരു പുത്രന് ഏറ്റവും മോശമായ നരകത്തിൽ നിന്ന്, പും എന്ന നരകത്തിൽ നിന്ന് പോലും തൻ്റെ പിതാവിനെ മോചിപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പും എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ രക്ഷിക്കുന്നവനാണ് പുത്രൻ എന്ന് പറയുന്നത് എന്നൊക്കെ കൈകേയി പറയുന്നു. രാമനാകെ അക്ഷമനായി, ഒന്നും മനസ്സിലാവണില്ല, എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ഒരു പിടിയുമില്ലാതെ അക്ഷമനായി കൊണ്ട് പറയുകയാണ്. അമ്മേ, ഇതെല്ലാം അങ്ങ് എനിക്ക് വിശദീകരിച്ചു തരേണ്ടതില്ല. എൻ്റെ പിതാവിനെ സഹായിക്കാൻ ഞാൻ എൻ്റെ ശരീരം പോലും ഉപേക്ഷിക്കാൻ തയ്യാറാണല്ലോ. പിതാവിൻ്റെ ആശ്വാസത്തിനായി ഞാൻ എന്തും ത്യജിക്കും, എല്ലാം ത്യജിക്കും. കിരീടധാരണം ഉപേക്ഷിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടാൽ വളരെ സന്തോഷത്തോടെ ഞാനത് ചെയ്യും. എൻ്റെ പിതാവിൻ ആവശ്യപ്പെട്ടാൽ
എൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ ലക്ഷ്മണനെ പോലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ആവശ്യമെങ്കിൽ എൻ്റെ പിതാവിനെ അത് സന്തോഷിപ്പിക്കുമെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുവാനോ അതുപോലെ വിഷം കുടിച്ച് മരിക്കുവാനോ ഞാൻ സന്നദ്ധനാണ്. ആവശ്യപ്പെടാതെ തന്നെ പിതാവിന് ആവശ്യമുള്ളത് ചെയ്താൽ മാത്രമേ ഒരു മകൻ പൂർണ്ണനാകൂ എന്ന് കൈകേയി പറയാണ്. ഒരു ശരാശരി മകൻ ആവശ്യപ്പെട്ടാൽ പിതാവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. പിതാവിൻ്റെ ആഗ്രഹം അനുസരിക്കാത്ത മകൻ ശരീരവിസർജ്യത്തിന് തുല്യമാണ്. അതിനാൽ ശ്രീരാമൻ തുടരുകയാണ്, എൻ്റെ പിതാവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് താങ്കൾക്കറിയാം. ഇത് എൻ്റെ വാഗ്ദാനമാണ്. ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ ഒന്നും അനുവദിക്കില്ല. ഇത് എൻ്റെ വാക്കാണ് എന്ന് ശ്രീരാമൻ പറയുകയാണ്. അപ്പോൾ ഈ ഒരു അധ്യായത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ രാമായണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾക്ക് ഇതിൻ്റെ വിശകലനവും വിശദമായ കാര്യങ്ങളിലേക്കും കൂടെ കടന്നു പോകാം. ഈ ഒരു എപ്പിസോഡ് കേട്ട എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരവും. അടുത്ത എപ്പിസോഡിൽ വിശദമായി ഇതേ തുടർന്നുള്ള കഥാസന്ദർഭങ്ങൾ നമുക്ക് വിശകലനം ചെയ്യാം. ഈ ഒരു പരിപാടി അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് ശ്രീരാമ എന്ന ഈ ഒരു സീരീസ് എല്ലാ ജനങ്ങളിലേക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. കാരണം ഇതിഹാസ പുരാണങ്ങളിലെ ഋഷീശ്വരന്മാർ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന വേദസാരങ്ങളായ തത്വങ്ങളാണ് ഇതിലെ വിഷയം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് മനസ്സിലാക്കി രാമായണത്തെ ആസ്വദിക്കുകയും അത് ജീവിതത്തിലെ ആ ജീവിത മാർഗത്തിൽ തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും കാരണമായി വസിക്കട്ടെ അല്ലെങ്കിൽ മാറട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.